നാം നിത്യവും പാരായണം ചെയ്യുന്ന സൂറത്തുൽ മുൽക്ക് തബാറക സൂറ ഒരു പക്ഷേ ചെറിയ ചെറിയ പിഴവുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ മക്കൾക്കും നമുക്കും പഠിക്കാനും പഠിപ്പിക്കാനും പറ്റുന്ന രൂപത്തിലുള്ള ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ക്ലാസ് കേട്ട് തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഓത്തിൻ്റെ രൂപങ്ങളൊക്കെ. നമ്മൾ ഇതുവരെ ഓതിയിരുന്ന ഭാഗങ്ങളിൽ എന്തെങ്കിലും പിഴവുകളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. മക്കളെ, നമുക്ക് തുടങ്ങില്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നാഫിയായ ഇൽമ് അല്ലാഹു തആല വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. تبارك الذي بيده بيده الملك وهو على كل شيء قدير. شيء قدير. قدير قدير. الذي خلق الموت والحياة ليبلوكم. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. أحسن عملا നിർത്തുമ്പ അമല തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്ഹിനെ നിർത്തേണ്ടത് അമല എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ നിർത്തുന്നില്ല എങ്കിൽ അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. നിർത്തുമ്പോൾ ശ്രദ്ധിക്കുക, അവസാനം സുക്കൂനാണ്. തൊട്ട് മുമ്പ് നീട്ടാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നീട്ടണം. ഇവിടെയും നേരത്തെ പറഞ്ഞല്ലോ ഖദീർ, അവിടെ നീട്ടണം. അതുപോലെ തന്നെ وهو العزيز الغفور. الذي خلق 7 سماوات طباقا. തൻവീൻ ഫത്ഹാണ്. അവിടെ നിർത്തുകയാണെങ്കിൽ അങ്ങനെ നിർത്തുക. നിർത്തുന്നില്ല എങ്കിൽ 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت. ما ترى في خلق الرحمن من تفاوت. അവിടെ ഒരു അരിഫ് ഉണ്ട്, നീട്ടണം. തഫാവുത്ത്. തഫാവൂത്ത് എന്ന് പറയരുത്. തഫാവുത്ത് ഫ ആണ്. ഫ മാത്രം നീട്ടിയാൽ മതി. മിൻ തഫാവുത്ത്. فارجع البصر هل ترى من فطور. فارجع البصر هل ترى من فطور. മൂന്നാമത്തെ ആയത്ത് ثم ارجع البصر كرتين. ثم ارجع البصر كرتين ينقلب إخفاء അക്ഷരമാണ് ഖാഫ്. ينقلب إليك البصر خاسئا وهو حسير. ഇവിടൊക്കെ തർക്കീക്ക് ചെയ്യണം. ഹസീർ റാഇന് സുക്കൂന് നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? ഹസീറുൻ എന്നാണുള്ളത്. നിർത്തുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് നീട്ടാനില്ലെങ്കിൽ എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരം നീട്ടാനുണ്ടെങ്കിൽ ഇതുപോലെ ഇവിടെ കണ്ടില്ല മാറ്ററ. അവിടെ നിർത്താണെങ്കിൽ ഇങ്ങനെ നിർത്തുക. അവിടെ അലാലിഫ് ഉണ്ട് നീട്ടാൻ. മാറ്ററ മാത്തർ എന്ന് പറയത് അവിടെ നീട്ടാനുണ്ട് അവസാനം. എന്നാൽ ഇവിടെ ഹസീറുൻ എന്നാണുള്ളത്. അവിടെ എന്ത് ചെയ്യണം? അവസാനം സുക്കൂൻ ചെയ്യണം. തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്. അപ്പം എന്ത് ചെയ്യണം? അവിടെ നീട്ടുകയും ചെയ്യണം. അതിന് മുമ്പ് കസറാണ്. ഇങ്ങനെയുള്ള ഹസീർ, ഖദീർ ഇങ്ങനെ ഈ തുടങ്ങിയ ഈ കസറുള്ള പദങ്ങൾ നിർത്തുമ്പോൾ അവസാന റാവുമാണെങ്കിൽ
തർക്കീക്ക് ചെയ്തുകൊണ്ട് ലഘുവാക്കിയിട്ടാണ് ഹസീർ എന്ന് പറയാതെ ഹസീർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓതേണ്ടത്. ഓതി നോക്കി. സുമ്മർ അറിയാം, അവിടെ ഒരു അലിഫുണ്ട് ഹംസത്തുൽ വസ്ൽ അല്ലേ, അത് കൂട്ടി വായിക്കുമ്പം അത് സുമ്മ ഇർജിഇൽ ബസറ എന്ന് പറയുന്നത്. സുമ്മ ഇർജിഇൽ ബസറ എന്ന് പറയരുത്. സുമ്മർ ആ അലിഫ് ഇല്ലാതെ എങ്ങനെയാണോ ഉച്ചരിക്കുക അതുപോലെ ഒന്ന് ഉച്ചരിച്ചാൽ മതി കൂട്ടി വായിക്കുമ്പോൾ. സുമ്മർ സുമ്മർ. ചില ആൾക്കാർ എന്ത് ചെയ്യും, അവിടെ ഒരു ഈ അറിയാതെ കൊണ്ടുവരും. കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മക്കളെ. സുമ്മ ഈ എന്ന് പറയരുത്. സുമ്മർ. അവിടെ അലിഫ് ഒന്ന് പൊത്തി പിടിച്ചു കൊണ്ടൊന്ന് വായിച്ചു നോക്കി, ഒന്ന് കൈകൊണ്ടൊന്ന് പൊത്തി പിടിച്ച് വായിക്കുക. അപ്പൊ അലിഫില്ലാത്ത പോലെ അല്ലേ. ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. അടുത്തേ ولقد زينا السماء الدنيا. അവിടെ നീട്ടാനുണ്ട്, അപ്പൊ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ദുനിയ. വലഖദ് സയ്യന്ന ശബ്ദുള്ള നൂനാണ്, ഒന്ന് മണിക്കണം, ഒന്ന് ജസ്റ്റ് ഒന്ന് മണിക്കുക. സയ്യന്ന എന്നാണുള്ളത്. പക്ഷേ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം എന്ത് പറഞ്ഞത്? സയ്യന്ന ഒരു അലിഫുണ്ട്, നീട്ടാനുള്ള അക്ഷരം വന്നു. നീട്ടാനുള്ള അക്ഷരം ഒന്നെങ്കിൽ അലിഫ് വരും, അല്ലെങ്കിൽ യാ വരും, അല്ലെങ്കിൽ വാ വരും. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഷദ് വന്നാൽ എന്ത് ചെയ്യൂല? നീട്ടുകയില്ല. ശേഷമുള്ളത് സ കണ്ടില്ല, അവിടെ ശബ്ദ കണ്ടു. അല്ലെങ്കിൽ സുക്കൂനാണ് വരുന്നതെങ്കിൽ സുക്കൂനോ ശബ്ദോ ഒന്നാ നീട്ടൂല. അപ്പൊ എന്ത് ചെയ്യണം? സയ്യന്നാസാം എന്ന് വായിക്കരുത്. സയ്യന്നസ്സമാഅദ്ദുനിയാ ബിമസാബീഹ് വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ. അവിടെ നിർത്തിയപ്പോൾ എന്ത് ചെയ്തു? നൂന് സുക്കൂന് തൊട്ടുമുമ്പ് നീട്ടാനുണ്ട്. യാ കണ്ടില്ലേ? എവിടെ യാ? അവിടെ നിന്ന് നോക്കി, വിരലച്ച് നോക്കി, യാന് സുക്കൂനുണ്ട്. അല്ല, യാ എന്താണ്? നീട്ടാനുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ നിർത്തുകയാണെങ്കിൽ ലിശ്ശയാത്തീൻ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. നിർത്തുന്നില്ല എങ്കിൽ ചെറിയൊരു നീട്ടലേ നീട്ടുള്ളൂ. ലിശ്ശയാത്തീനി വഅഅ്തദിനാ ലഹും അദാബസ്സഈർ. അവിടെ കണ്ടില്ല? നീട്ടാനുണ്ട്. റാഇന് മുമ്പ് നീട്ടാനുണ്ട്, അതിന് മുമ്പ് കസറാണ്. തർഖീക്ക് ചെയ്യണം. എങ്ങനെ? വായ നിറച്ച് പറയുന്നതിനാണ് തഫ്ഖീം എന്ന് പറയാം, ലഘുവാക്കി പറയാം. റോ എന്ന് പറയുമ്പോൾ അർ എന്ന് പറയുമ്പോൾ വായ നിറച്ച് പറയണം. എന്നാൽ ഇർ എന്ന് പറയരുത്. കാരണം റാഇന് സുക്കൂന് മുമ്പ് കസർ വന്നാൽ തർക്കീക്ക് ചെയ്യണം. അതുപോലെ തന്നെയാണ് റാഇന് സുക്കൂന് ഇവിടെ സഈരി എന്നുള്ള നിർത്തുമ്പോൾ എന്ത് ചെയ്തു? റാഇന് സുക്കൂനായി മാറി. അപ്പോൾ സുക്കൂനുള്ള റാഇന് മുമ്പ് അതിന് മുമ്പ് യാ, അതിന് മുമ്പ് കസർ വന്നാൽ സഈർ പോലത്തെ പദങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? അവസാനം നിർത്തുകയാണെങ്കിൽ, അവസാനം എന്ന് പറഞ്ഞാൽ വഖഫ്, പിന്നെ ആയത്തിൻ്റെ അവസാനം എന്നാകണമെന്നില്ല. എവിടൊക്കെ നിർത്തുന്നു അവിടൊക്കെ നമ്മൾ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുമല്ലോ, അതിൻ്റെ പേരാണ് വഖഫ് എന്ന് പറയുക. ആ വഖഫിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെയുള്ള പദങ്ങളിൽ തർക്കീക്കാക്കിയാണ് ഓതേണ്ടത്. വഅഅ്തദിനാ ലഹും അദാബസ്സഈർ وللذين كفروا بربهم عذاب جهنم وبئس المصير. لا إذا ألقوا فيها سمعوا لها شهيقا وهي تفور. إذا ألقوا അവിടെ നീട്ടലുണ്ടോ? ഇല്ലെങ്കിൽ നീട്ടണം. إذا ألقوا ഇസ എന്നല്ല, ഇത് നാവിൻ്റെ തലഭാഗം മേലെ മുൻപല്ലിൻ്റെ മേലെ ഭാഗത്തുള്ള മുന്നിലെ പല്ലിൻ്റെ താഴ് ഭാഗത്ത് തട്ടുന്ന രൂപത്തിൽ. ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ. വഹിയ തകാദു തമയ്യസു. തകാദു തമയ്യസ്. അവിടെ നിർത്താൻ ഇങ്ങനെ നിർത്താം. തമയ്യസ് അല്ലെ, അവിടെ സുക്കൂൻ ചെയ്യണം. തകാദ്. അവിടെ നിർത്താണെങ്കിൽ ദാലിന് സുക്കൂൻ ചെയ്യണം. തകാദ്. تكاد تميز من الغيظ. അവിടെ എന്ത് ചെയ്യണം? ലാഇന് സുക്കൂന് അല്ലേ, അതിന് മുമ്പ് യാഇന് സുക്കൂനാണ്, അതിന് മുമ്പ് ഫത്ഹാണ്. ഇവിടെ മദ്ദ് ലീന് വരും. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ചെറിയൊരു നീട്ടൽ നീട്ടാം. മിനൽ ഗൈൽ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജ്. അവിടെയും നിർത്തുകയാണെങ്കിൽ മദ്ദലീന വരിക. ഫീഹ ഫൗജ് കുല്ലമാ. ഇതൊക്കെ എന്ത് ചെയ്യണം? കൂടെ ഇങ്ങനെ ഓതണം കേട്ടോ മക്കളെ. ഒന്നിങ്ങനെ ഓതണം. ഉമ്മാക്ക് ഇങ്ങനെ ഓതി കൊടുക്കണം. മക്കളൊക്കെ ആണെങ്കിൽ ഇൻഷാ അല്ലാഹ്
كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير ألم يأتكم نذير അലം യഅ്തികും എന്ന് പറയുന്നത് അലം യഅ്തികും സംഗതി അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരക്ഷരത്തിന് അതിൻ്റെ ഉച്ചാരണം ഒന്ന് ലെവലാക്കാനുണ്ട് അല്ലേ. അലം യഅ്തികും നദീർ قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير ما كنا في أصحاب السعير. 11-ാമത്തെ ആയത്ത് ഫഅ്തറഫു ബിദംബിഹിം മീം വരണം, നൂനിന് പകരം മീം വരണം. ബിദംബിഹിം ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ. തൻവീന് ശേഷം ലാമോ റ വന്നാൽ എന്ത് ചെയ്യണം? ഫസുഹ്ഖൻ ലി കൂട്ടി വയ്ക്കണം. ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ. ഇൻഷാ അല്ലാഹ് ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ് വിശദമായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ഫാത്തിഹ മുതൽ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, നമ്മളെ താഴെയുള്ള നമ്പറിലൊക്കെ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മുടെ ചാനൽ ഒന്ന് സെർച്ച് നോക്കിയാൽ അതിലുണ്ടാകും വീഡിയോകളൊക്കെ. ഇൻഷാ അല്ലാഹ് മക്കൾക്കൊക്കെ പഠിക്കാൻ പറ്റിയ ചെറിയ സൂറത്തുകളും അതുപോലെ തന്നെ യാസീൻ, തവാറക്ക, അതുപോലെ തന്നെ വാഖിയ പോലത്തെ സൂറത്തുകളൊക്കെ, അതുപോലെ തന്നെ ദിക്റുകൾ, പിന്നെ അത്തഹിയാത്ത്, സ്വലാത്ത് തുടങ്ങിയ ഓരോ ദുആ, ദിക്റുകൾ, സ്വലാത്തുകളൊക്കെ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുള്ളതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽഗൈബി ലഹും മഗ്ഫിറതുൻ വഅജ്റുൻ കബീർ. റബ്ബഹും ബിൽ അവിടെ എന്ത് ചെയ്യണം? മറിച്ച് പഠിക്കണം. റബ്ബഹും ബിൽഗൈബി ലഹും മഗ്ഫിറ, ഒരു മീമായിട്ട് ഉച്ചരിക്കണം. ലഹും മഗ്ഫിറതുൻ വഅജ്റുൻ കബീർ. ഇവിടെ മഗ്ഫിറത്തുൻ വ എന്ന് പറയരുത്, മഗ്ഫിറത്തുൻ വ എന്ന് പറയരുത്. തൻവീനിൻ്റെ ശേഷം നൗമി, നൂനെ വാവ് മീമ യ എന്നീ സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെ ശേഷം നൗമി, നൂന് വാവ് മീമ യ എന്നീ അക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം? കൂട്ടി യോജിപ്പിക്കാം. മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. കബീർ. വഅസിറു ഖൗലകും ഒന്ന് നോക്കി. അവിജ്ഹറു ബിഹി ഇന്നഹു അലീമും ബിദാതിസ് സുദൂർ. നമ്മൾ ഓതുമ്പോൾ ഈ ഓത്ത് പഠിച്ചിട്ട് എന്ത് ചെയ്യുക? ഓതി നോക്കുക. നമ്മൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും? വഅസിറു ഖൗലകും അവിജ്ഹറു ബിഹി എന്ന് പറഞ്ഞ് നിർത്തും. ബിഹി എന്ന് പറഞ്ഞ് നിർത്തരുത്. അവിടെ ചെയ്യണം, നിർത്തുകയാണെങ്കിൽ അവിജ്ഹറു ബിഹി ഇന്നഹു അലീമും ബിദാതിസ് സുദൂർ. നമ്മളൊക്കെ എപ്പോഴും ഓതുന്ന സൂറത്തുകളാണ് സൂറത്തുൽ മുൽക്ക്, തബാറക സൂറത്ത് അല്ലേ. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ എന്താണ് അതിൻ്റെ പ്രതിഫലം നമുക്കൊക്കെ അറിയാമല്ലേ മക്കളെ? ഒന്ന് അറിയുന്നവരെന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റിലായിട്ടൊന്ന് അറിയിക്കാം. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താലുള്ള നേട്ടങ്ങൾ ഒരുപാട് നേട്ടങ്ങളുണ്ട് അല്ലേ. എന്താണ് പ്രധാനമായുള്ള നേട്ടങ്ങൾ അറിയുന്നവരൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റിലായിട്ട് അറിയിക്കാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ അടുത്ത ക്ലാസ് ഏതായിരിക്കണം, ഏത് സൂറത്താണ് ആവശ്യമുള്ളത് ഒന്ന് നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊന്ന് അറിയിച്ചാൽ ആ ക്ലാസ്സുകൾ നമുക്ക് എല്ലാവരും പറഞ്ഞത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. എന്നിരുന്നാലും എന്ന് പറഞ്ഞാൽ എല്ലാ സൂറത്തും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എങ്കിലും
ഏതാണ് അടുത്ത് വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം അറിയിച്ചാൽ എന്ത് ചെയ്യുക, കൂടുതൽ ആൾക്കാർ ഏതാണ് പറയുന്നതനുസരിച്ച് നമുക്ക് ക്ലാസ് എടുക്കാം. ഇന്നഹു അലീമും ബിദാതിസ് സുദൂർ അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. ഇവിടെയൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, കമൻറ്റിലായിട്ട് ചോദിച്ചാൽ ഏതായത്ത് ഏതെങ്കിലും ഭാഗത്ത് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിലായിട്ട് ചോദിച്ചാൽ തന്നെ വോയിസ് ആയിട്ട് റീപ്ലൈ നൽകുന്നതാണ്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി. നൂനിൻ്റെ ശേഷം റാ വന്നു, അവിടെ എന്ത് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, നൂനിൻ്റെ ശേഷം റാ വന്ന ഇദ്ഗാമും ബിലാവും ചെയ്യാണ്. മിൻ റിസ്ഖിഹി എന്ന് പറയരുത്, എങ്ങനെ പറയാ, മിർ റിസ്ഖിഹി, മിർരി റായിനെ തെർക്കീക്കും ചെയ്യണം കസറായതുകൊണ്ട്. മിർ റിസ്ഖിഹി വ ഇലൈഹിൻ നുശൂർ. അടുത്ത ആയത്ത് നോക്കി നോക്കി എങ്ങനെ ഓതല്, രണ്ട് ആന്നുണ്ട് അല്ലേ. അഅമിൻതും ആ രൂപത്തിൽ തന്നെ ഓതണം. അഅമിൻതും മൻ ഫിസ്സമാ أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن. ശ്രദ്ധിക്കണം. അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സാഫാത്തി വയഖ്ബിളിൻ. അവിടെ മദ് ലാസിമാണ്, നല്ലോണം നീട്ടണം, ശ്രദ്ധിച്ച് നീട്ടണം, ഇല്ലെങ്കിൽ നമ്മൾ ഓത്താവൂല, അതൊരു ഊത്തായിട്ട് മാറും. ഓത്ത അതിൻ്റെതായ പാരായണ രൂപത്തിലാവണമെങ്കിൽ ആ രൂപത്തിൽ തന്നെ നമ്മൾ പാരായണം ചെയ്യണം. ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് കുറേയൊക്കെ അറിയുമെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ശീലം നമ്മൾ മാറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ വരാത്തത്. ഇൻഷാ അല്ലാഹ് മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير. അവിടെ ഒരു മീം വരണം. أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور. أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور. أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم. ഒന്നുകൂടി. أفمن يمشي مكبا على وجهه ഞാൻ നിർത്തുന്നത് എന്തിനാ വെച്ചാൽ നിർത്തുകയാണെങ്കിൽ അങ്ങനെ നിർത്തുക, ഇല്ലെങ്കിൽ على وجهه أهدى أمن يمشي سويا
أمن يمشي سويا على صراط مستقيم قل هو المستقيم മീമാണ് മീമിന് പറയുമ്പം ചുണ്ടു പൊട്ടണം قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة ഹത ആണ് ഹത എന്ത് ചെയ്യണം സുകൂണുള്ള ഹ ആയിട്ട് മാറും വൽ അഫ്ഇദ ഖലീലം മാ തഷ്കുറൂൻ قل هو الذي ذرأكم في الأرض وإليه تحشرون تحشرون ويقولون متى هذا الوعد إن كنتم صادقين അടുത്ത ആയത്തൊന്ന് ഓതി നോക്കി 26-ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കി ശരിയാണുണ്ടോ വയഖൂലൂന ല കഴിഞ്ഞിട്ട് ഖുൽ ഇന്നമാൽ എന്നല്ല ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ് എന്താ കാരണം നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നു സുക്കൂന ശബ്ദ വന്നാൽ നീട്ടൂല ഇന്നമൽ ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ് وإنما أنا نذير مبين أنا എന്ന് പറയരുത് അന കാരണം അത് കിട്ടാനുള്ള ഒരു അൽഫിൻ്റെ മുകളിൽ ഒരു 0 മാർക്ക് ഉണ്ട് അത് ഉച്ചരിക്കുകയില്ല എന്നതിൻ്റെ അടയാളം وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل كفروا നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത് وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي أو رحمنا ومن معي يا اور يا ഉണ്ട് യാന് പുള്ളിയില്ല എന്നാൽ യാ ആണത് ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين തൻവീനിന്റെ ശേഷം മീം വന്നു നൗമി നൂനെ വാവ് മീമയ ഇദ്ഗാബും ബിഗുന്ന കൂട്ടി യോജിപ്പിക്കുക മണിക്ക വലാലിം മുബീൻ നൂനാണ് നൂന് പറയുമ്പം എന്ത് ചെയ്യണം ചുണ്ട് തുറക്കണം വായ തുറക്കണം ഫീ വലാലി ചുണ്ട് എന്ത് ചെയ്യണം തുറക്കണം അല്ലേ ഫീ വലാലിം മുബീൻ മീമ് പറയുമ്പം ചുണ്ട് പൊട്ടണം നൂന് പറയുമ്പം ചുണ്ട് തുറക്കണം قل أرأيتم إن أصبح ماؤكم എങ്ങനെ إن أصبح ماؤكم غورا فمن يأتيكم بماء معين എന്ന് പറയുമ്പോൾ എന്താണ് തൊണ്ടയുടെ കഴുത്തിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് മഈ എന്ന് പറയുമ്പോൾ തൊണ്ടയുടെ മധ്യഭാഗ നടുവിൽ നിന്നാണ് വരേണ്ടത് മഈ നല്ല മഈൻ ഒന്നുകൂടെ ഓതി നോക്കി ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ يأتيكم بماء معين صدق الله العلي العظيم إن شاء الله
തബാറക സൂറത്താണ് പൂർണ്ണമായിട്ട് ഓതിയിട്ടുള്ളത്. അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മക്കളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഈ ഒരു സൂറത്ത് നേരത്തെ കമൻ്റായിട്ട് അറിയിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഇൻഷാ അല്ലാഹ് പ്രധാനമായിട്ടും നമ്മളൊക്കെ വിശുദ്ധ ഖുർആൻ ഓതുന്നത് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയല്ല. എന്താണ് വിശുദ്ധ ഖുർആൻ ഓതുന്ന? അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുക, ആ പൊരുത്തം കിട്ടി സ്വർഗത്തിലെത്തുക. ഈ തബാറക സൂറത്ത് നമുക്ക് ശഫാഅത്തായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുക, കൂടെ ഒരു ചങ്ങാതിയായിട്ട്, ഒരു സുഹൃത്തായിട്ട്, നമ്മുടെ കൂടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായിട്ട് എപ്പോഴും ഖബറിൽ ഉണ്ടാകും. അതാണ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അല്ലേ? ഭൗതികമായ ഒരുപാട് നേട്ടങ്ങൾ ഇതിലൂടെ ഉണ്ടാകുമെങ്കിലും പ്രധാനമായും നാം വിശുദ്ധ ഖുർആൻ ഓതുമ്പോഴും ദിക്ർ ചൊല്ലുമ്പോഴും സ്വലാത്ത് ചൊല്ലുമ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ മർമ്മപ്രധാനമായ ഒരു സംഗതി എന്താണ്? അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുക എന്നുള്ളതാണ്. അതാണ് നമ്മളൊക്കെ ഏത് കാര്യം ചെയ്യുമ്പോഴും എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് അല്ലേ, നമ്മൾ ഏത് ഉദ്ദേശം വെച്ചുകൊണ്ട് ഓതിയാലും ഈ ദിക്ർ ചൊല്ലിയാൽ ഇന്ന നേട്ടമുണ്ട്, ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഇന്ന നേട്ടമുണ്ട്, കടം വീഴാനുള്ള മാർഗമാണ് അല്ലേ ഒക്കെ പറഞ്ഞു തരുമെങ്കിലും അതിനൊക്കെ മർമ്മപ്രധാനമായ കാര്യം ഏതൊരു കാര്യത്തിലും നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ, അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ, ആ അടുക്കുമ്പോൾ അള്ളാഹു തആല നമ്മിലേക്കും അടുക്കുകയാണ്. അപ്പോൾ അതിന് പരിഹാരം കടം വീഴാൻ, കടമുണ്ടാകുന്ന സമയത്ത് നാം അള്ളാഹുവിലേക്ക് ദിക്ർ ചൊല്ലിയിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ഖുർആൻ പാരായണം ഓതിയിട്ട് നാം അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു തആല നമ്മിലേക്ക് അടുത്തുകൊണ്ട് നമ്മുടെ കടം വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി തരും. അപ്പോൾ അള്ളാഹുവിലേക്ക് എത്തുമ്പോഴേ അതിൻ്റെ ആ ഒരു മാർഗം നമുക്ക് അള്ളാഹു തആല എത്തിച്ചു നൽകുകയുള്ളൂ. അപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുക, ആ പൊരുത്തം കിട്ടി നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുക. അള്ളാഹു തആല ആ രൂപത്തിൽ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.